ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് 50X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 50X 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇൻഫിനിക്സ് നോട്ട് 50X 5Gയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് നോട്ടിഫിക്കേഷനൊക്കെ iPhone 15 സീരീസിലേത് 16 സീരീസിലേതൊക്കെ പോലെ ആയിരിക്കും വരിക. അതായത് ആ ഒരു ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. അപ്പം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. വില 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയായിരിക്കും ഇത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ ഈ ഫോണിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. MIL STD 810H സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. ഇത് പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ടൈറ്റാനിയം ഗ്രേ, എൻചാൻറ്റഡ് പർപ്പിൾ, അതുപോലെ തന്നെ സീ ബ്രീസ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. MediaTek Dimensity 7300 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. ആ ഒരു ടൈമിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിന് താഴെയായിരിക്കും ഈ ഫോണിൻ്റെ വില വരിക എന്നാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും ഇത്. പിന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു 12,000 രൂപയ്ക്ക് താഴെ വരും എന്നുള്ളത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസിംഗ് ആയിരിക്കും. ചിലപ്പം ഫോണിൻ്റെ വില ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക. ഈവൻ 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. വളരെ മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 90 FPS ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. Android 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. രണ്ടാമത് 2 മെഗാ പിക്സൽ ഒരു സെൻസർ വന്നേക്കാം. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ മാത്രമേ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ വെർഷനിൽ അതായത് ഇൻഫിനിക്സ് നോട്ട് 40X 5Gയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയേർഡ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയേണ്ട കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 27 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് വില 12,000 രൂപയ്ക്ക് താഴെയായിട്ടായിരിക്കും വരിക എന്നാണ്. ഒഫീഷ്യലായിട്ട് അവർ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസിംഗ് ആയിരിക്കും. ഓഫർ ഇല്ലാതെ നമുക്ക് ചിലപ്പം ഈ ഫോൺ ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഫോൺ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇൻഫിനിക്സിൻ്റെ നോട്ട് 50X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.